പീപ്പിൾ എക്സ്ക്ലൂസീവ് കേരളത്തിൽ നിന്ന് ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് റിക്രൂട്ട് ചെയ്ത 11 പേരെ കേന്ദ്ര സർക്കാർ രഹസ്യാന്വേഷണ ഏജൻസികൾ തിരികെ എത്തിച്ചു. പ്രൊഫഷണലുകളുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് IS റിക്രൂട്ട്മെന്റിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. കാസർഗോഡ്, പാലക്കാട് ജില്ലകളിൽ നിന്നായി കാണാതായ 16 പേർ ISൽ ചേർന്നതായാണ് സൂചന. കേരളത്തിൽ നിന്നും ഇതിനു മുൻപും ഇസ്ലാമിക ഭീകര സംഘടനയിൽ ആളുകളെ ചേർത്തിട്ടുണ്ട്. കണ്ണൂർ സിറ്റിയിലെ ഒരു യുവാവാണ് ഇതിന് തുടക്കം കുറിച്ചത്. ഇസ്ലാമിക് സ്റ്റേറ്റിൽ ചേരാൻ പുറപ്പെട്ട 11 പേരെ നേരത്തെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് തിരികെ കൊണ്ടുവരുവാൻ കേന്ദ്ര സർക്കാർ ഏജൻസികൾക്ക് സാധിച്ചതായാണ് വിവരം. ഇവർ ഇപ്പോൾ ഇത്തരം ബന്ധങ്ങൾ ഉപേക്ഷിച്ച് സമൂഹത്തിൽ പൊതുധാരയുടെ ഭാഗമായിട്ടുണ്ട്. സമാന നിലയിൽ ഇപ്പോൾ നാടുവിട്ടവരെയും തിരികെ കൊണ്ടുവരാൻ സാധിക്കുമോ എന്ന ശ്രമം കേന്ദ്ര ഏജൻസികൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ പല ഘട്ടങ്ങളിലായി നാടുവിട്ടവർ വിവിധ രാജ്യങ്ങളിലും ചിലർ IS കേന്ദ്രത്തിൽ ചേർന്നതായും സൂചനയുണ്ട്. അഫ്ഗാനിസ്ഥാനിലെ മൊബൈൽ ടവർ പരിധിയിൽ നിന്നും ചിലർ നാട്ടിലെ ബന്ധുക്കളുമായി സംസാരിച്ചിരുന്നു. ഇസ്ലാമിക് സ്റ്റേറ്റിൽ ചേർന്നതായി സൂചിപ്പിക്കുന്ന 2 വാട്സ്ആപ്പ് സന്ദേശങ്ങൾ ബന്ധുക്കൾക്ക് ലഭിച്ചതും നാടുമായി തുടർബന്ധങ്ങൾ ഇല്ലാത്തതുമാണ് ഇവർ ഭീകര സംഘടനയിൽ ചേർന്നതായി സംശയിക്കാൻ കാരണം. ബന്ധുക്കളും നാടാകെയും ഇപ്പോൾ ആശങ്കയിലാണ്. പ്രൊഫഷണലുകളെ കേന്ദ്രീകരിച്ചാണ് IS റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. 16 അംഗ സംഘത്തിന്റെ നേതൃത്വം ഡോക്ടർ ഇജാസിനും എഞ്ചിനീയർ അബ്ദുൾ റഷീദിനുമാണെന്നാണ് സൂചന. പ്രൊഫഷണലുകളുടെ പ്രത്യേക ക്യാമ്പുകൾ സംഘടിപ്പിച്ച് IS റിക്രൂട്ട്മെന്റ് നടത്തുന്നതായും സംശയമുയർന്നിട്ടുണ്ട്. പാലക്കാട്, തൃക്കരിപ്പൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് ഇപ്പോൾ നാടുവിട്ടവർ. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കോഴിക്കോട് ഒരാൾക്ക് കൂടി ഡിഫ്തീരിയ സ്ഥിരീകരിച്ചു. രാമനാട്ടുകര സ്വദേശിയായ ഇയാൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. കൂടുതൽ വിവരങ്ങളുമായി PV കുട്ടൻ ചേരുന്നുണ്ട്. കുട്ടൻ, സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ സജീവമായി തന്നെ ഡിഫ്തീരിയ തുരത്താനുള്ള സജ്ജീകരണങ്ങൾ അല്ലെങ്കിൽ മുന്നറിയിപ്പുകളൊക്കെ ഉള്ള ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഡിഫ്തീരിയ വീണ്ടും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. എന്താണ് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ, എങ്ങനെയാണ്? സൗമ്യ, രാമനാട്ടുകര സ്വദേശിക്കാണ് ഇപ്പോൾ ഡിഫ്തീരിയ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇദ്ദേഹം കഴിഞ്ഞ 2 ദിവസങ്ങളായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇന്നലെയാണ് ഡിഫ്തീരിയ സ്ഥിരീകരിച്ചത്. ആരോഗ്യനിലയിൽ വലിയ അപകടകരമായ പ്രശ്നങ്ങളില്ല എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. ഡോക്ടർമാർ അത്തരം വിവരമാണ് നൽകുന്നത്. ഇയാൾ ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലാണ് ഉള്ളത്. മലപ്പുറം, കോഴിക്കോട് ഭാഗങ്ങളിൽ ഇപ്പോൾ തന്നെ നിരവധി പേർക്ക് ഡിഫ്തീരിയ ബാധിച്ചു കഴിഞ്ഞു. ഡിഫ്തീരിയ തുടച്ചു നീക്കുന്നതിനുള്ള ഊർജിത പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. സൗമ്യ, കുട്ടനാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് വീണ്ടും ഡിഫ്തീരിയ ബാധ സ്ഥിരീകരിച്ചു. VM സുധീറിന് ഹൈക്കമാൻഡ് പിന്തുണ അറിയിച്ചതിന് പിന്നാലെ കേരള കോൺഗ്രസിൽ ഗ്രൂപ്പ് തർക്കം രൂക്ഷമാകുന്നു. സുധീറിനെ പിന്തുണച്ചുള്ള രാഹുൽ ഗാന്ധിയുടെ നിലപാടിലെ അതൃപ്തി AI ഗ്രൂപ്പ് നേതാക്കൾ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി അറിയിച്ചു. ഇതിനു പിന്നാലെ പിന്തുണ തേടി VM സുധീറിനും കോൺഗ്രസ് അധ്യക്ഷയുമായി കൂടിക്കാഴ്ച നടത്തി. ഗ്രൂപ്പ് തർക്കങ്ങൾക്ക് പരിഹാരം കാണാതെ ഹൈക്കമാൻഡ് ചർച്ച അവസാനിച്ചു. ഗ്രൂപ്പിസം കളിക്കുന്നവർക്ക് പാർട്ടിക്ക് പുറത്തേക്ക് പോകാമെന്ന താക്കീത് നൽകി VM സുധീറിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച കോൺഗ്രസ് ഉപാധ്യക്ഷന്റെ നിലപാടിൽ കടുത്ത അതൃപ്തിയാണ് AI ഗ്രൂപ്പുകൾ ഹൈക്കമാൻഡ് മുമ്പാകെ അറിയിച്ചത്. നേതൃമാറ്റ ആവശ്യം DCC പോഷക സംഘടനാ നേതാക്കളും ആവശ്യപ്പെട്ടെങ്കിലും സുധീറിന് പൂർണ്ണ പിന്തുണയാണ് 2ാം ദിവസവും രാഹുൽ ഗാന്ധി നൽകിയത്. ഇതിനു പിന്നാലെ AI ഗ്രൂപ്പിനെ പ്രതിനിധീകരിച്ച് MM ഹസനും ബെന്നി ബെഹനാനും കോൺഗ്രസ് അധ്യക്ഷയുമായി കൂടിക്കാഴ്ച നടത്തി. സുധീറിനെ പിന്തുണച്ചുള്ള രാഹുൽ ഗാന്ധിയുടെ നിലപാട് പാർട്ടിയെ കൂടുതൽ നിർജീവമാക്കുമെന്ന് കൂടിക്കാഴ്ചയിൽ നേതാക്കൾ വ്യക്തമാക്കി. ആദ്യ സമയം ഇക്കാര്യത്തിൽ മൃദു സമീപനം പുലർത്തിയ I ഗ്രൂപ്പ് നേതാക്കളും തുടർന്ന് സമാന ആവശ്യം സോണിയാഗാന്ധി അറിയിച്ചു. പിന്നാലെ പിന്തുണ ഉറപ്പിച്ച് VM സുധീറിനും കോൺഗ്രസ് അധ്യക്ഷയുമായി കൂടിക്കാഴ്ച നടത്തി. ഗ്രൂപ്പ് അതിപ്രസരം ഒഴിവാക്കാൻ ഉന്നതാധികാര സമിതികൾ ഉടനടി രൂപീകരിക്കാനും ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചതായാണ് സൂചന. 2 ദിവസം നീണ്ട മാരത്തൺ ചർച്ചകളിലും ഗ്രൂപ്പ് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഹൈക്കമാൻഡിനായില്ല. VM സുധീറിന് പരിപൂർണ പിന്തുണ കോൺഗ്രസ് ഉപാധ്യക്ഷൻ വ്യക്തമാക്കിയതോടെ ഗ്രൂപ്പ് തർക്കങ്ങൾ ഇനിയും ശക്തമാകുമെന്നുറപ്പാണ്. ക്യാമറാമാൻ ഗോപി കടവല്ലൂരിനൊപ്പം മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. മുസ്ലിം ലീഗ് സംസ്ഥാന ക്യാമ്പിന് ഇന്ന് കോഴിക്കോട്ട് തുടക്കമാകും. തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വിശകലനമാണ് മുഖ്യ അജണ്ട. പാർട്ടി ശക്തി കേന്ദ്രങ്ങളിലെ വോട്ട് ചോർച്ചയും ചില മണ്ഡലങ്ങളിലെ അപ്രതീക്ഷിത തോൽവിയും ചർച്ചയാകും. മുസ്ലിം ലീഗ് രാഷ്ട്രീയപരമായും സംഘടനാപരമായും വൻ പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിലാണ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗങ്ങളുടെ ദ്വിദിന ക്യാമ്പ് കോഴിക്കോട്ട് ചേരുന്നത്. മലപ്പുറത്തെ പാർട്ടി കേന്ദ്രങ്ങളിലുണ്ടായ വോട്ട് ചോർച്ചയും കൊടുവള്ളി, തിരുവമ്പാടി, താനൂർ തുടങ്ങിയ സിറ്റിംഗ് സീറ്റുകളിലെ തോൽവിയും ക്യാമ്പിൽ ചർച്ചയാകും. തോൽവിയും വോട്ട് ചോർച്ചയും പഠിക്കാൻ പാർട്ടി നിയോഗിച്ച കമ്മിറ്റികൾ തയ്യാറാക്കിയ റിപ്പോർട്ട് ക്യാമ്പിൽ ചർച്ച ചെയ്യും. കൊടുവള്ളി, തിരുവമ്പാടി മണ്ഡലങ്ങളിലെ തോൽവിയെപ്പറ്റി അന്വേഷിച്ച KNA ഖാദറും മലപ്പുറത്തെ തിരിച്ചടി പരിശോധിക്കാൻ നിയോഗിച്ച PKK ബാവയും ഗുരുവായൂരിലെ തോൽവിയെപ്പറ്റി അന്വേഷിച്ച കുട്ടി അഹമ്മദ് കുട്ടിയും അന്വേഷണ റിപ്പോർട്ടുകൾ സംസ്ഥാന നേതൃത്വത്തിന് കൈമാറി. UDF നേരിടുന്ന രാഷ്ട്രീയ പ്രതിസന്ധിയും ക്യാമ്പിൽ ചർച്ചയാകും.
വിവിധ മുസ്ലിം മത സംഘടനകളോട് സ്വീകരിക്കേണ്ട നിലപാട് സംബന്ധിച്ചും ലീഗ് നേതൃത്വം തീരുമാനം കൈക്കൊള്ളും. ദേശീയ സംസ്ഥാന രാഷ്ട്രീയ സാഹചര്യം കൂടി മുന്നിൽ കണ്ടുള്ള ഭാവി രാഷ്ട്രീയ ലൈൻ സംബന്ധിച്ചുള്ള ആലോചനകളും ക്യാമ്പിലുണ്ടാകും. പാണക്കാട് ഹൈദരാലി ശിഹാബ് തങ്ങൾ, PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള നേതാക്കൾ മുഴുവൻ സമയവും ക്യാമ്പിൽ പങ്കെടുക്കും. PV കുട്ടൻ, കോഴിക്കോട്. ഈ വർഷത്തെ അബുദാബി ശക്തി അവാർഡുകൾ പ്രഖ്യാപിച്ചു. മികച്ച നോവലായി KP രാമനുണ്ണിയുടെ ദൈവത്തിന്റെ പുസ്തകം തെരഞ്ഞെടുക്കപ്പെട്ടു. മികച്ച കവിത ഏഴാച്ചേരി രാമചന്ദ്രന്റെ ഇലത്തുമ്പിലെ വജ്രദാഹം. ചെറുകഥയ്ക്കുള്ള പുരസ്കാരം അർഷാദ് ബത്തേരിയുടെ മീനുകളുടെ അവകാശവും പറവകളുടെ ഭൂമിയും നേടി. വിജ്ഞാന സാഹിത്യത്തിനുള്ള പുരസ്കാരത്തിന് ഡോക്ടർ B ഇക്ബാൽ അർഹനായി. ഇന്ത്യൻ ഔഷധ മേഖല ഇന്നലെ ഇന്ന് എന്നതാണ് അവാർഡിന് അർഹമാക്കിയത്. ഇതര സാഹിത്യത്തിന് ഡോക്ടർ ചന്തവിള മുരളിയും സാഹിത്യ നിരൂപണത്തിനുള്ള പുരസ്കാരം PK കനകലതയും നേടി. അബുദാബി ശക്തി അവാർഡ് കമ്മിറ്റി അധ്യക്ഷൻ P കരുണാകരൻ MP, കൺവീനർ AK മൂസ മാസ്റ്റർ എന്നിവർ തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചതാണ് ഇക്കാര്യം. മികച്ച സ്റ്റാർട്ടപ്പുകൾക്ക് കൈരളി പീപ്പിൾ TV ഏർപ്പെടുത്തിയ അവാർഡ് ഇന്ന് വിതരണം ചെയ്യും. വൈകുന്നേരം 3:30 മാസ്കോട്ട് ഹോട്ടലിൽ നടക്കുന്ന ചടങ്ങിൽ മലയാളത്തിന്റെ മഹാനടനും മലയാളം കമ്മ്യൂണിക്കേഷൻസ് ചെയർമാനുമായ മമ്മൂട്ടിയും വ്യവസായ മന്ത്രി EP ജയരാജനും അവാർഡ് വിതരണം ചെയ്യും. മലയാളം കമ്മ്യൂണിക്കേഷൻസ് MD ജോൺ ബ്രിട്ടാസ് ചടങ്ങിൽ പങ്കെടുക്കും. അവാർഡ് വിതരണ ചടങ്ങ് പീപ്പിൾ TV തത്സമയം സംപ്രേഷണം ചെയ്യും. വിധികർത്താക്കളായ പ്ലാനിംഗ് ബോർഡ് മുന്നംഗം G വിജയരാഘവൻ, ടെർമോ പെൻപോൾ സ്ഥാപകൻ C ബാലഗോപാൽ, വ്യവസായ സംരംഭക ലക്ഷ്മി നാരായണൻ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് അവാർഡുകൾ വിതരണം ചെയ്യുക. മലയാളം കമ്മ്യൂണിക്കേഷൻസ് ചെയർമാനും മലയാളത്തിന്റെ മഹാനടനുമായ മമ്മൂട്ടിയും വ്യവസായ മന്ത്രി EP ജയരാജനും അവാർഡുകൾ വിതരണം ചെയ്യും. മലയാളം കമ്മ്യൂണിക്കേഷൻസ് മാനേജിംഗ് ഡയറക്ടർ ജോൺ ബ്രിട്ടാസ് മുഖ്യപ്രഭാഷണം നടത്തും. K മുരളീധരൻ MLA മുഖ്യാതിഥിയായിരിക്കും. 3 വിഭാഗങ്ങളിലായി 4 കമ്പനികൾക്കാണ് അവാർഡുകൾ നൽകുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ കൈവരിച്ച ശ്രദ്ധേയമായ നേട്ടമാണ് കൊച്ചി ഇൻഫോ പാർക്ക് ആസ്ഥാനമായ കോഗ്നിക്കോർ ടെക്നോളജീസിനെ പുരസ്കാരത്തിന് അർഹമാക്കിയത്. കോളേജിൽ ഒന്നിച്ചു പഠിച്ച 4 പേർ ചേർന്ന് തുടങ്ങി വൻ വിജയം കൈവരിച്ച സ്റ്റാർട്ടപ്പാണ് IT വിഭാഗത്തിൽ പുരസ്കാരം പങ്കിട്ട കളമശ്ശേരി സ്റ്റാർട്ടപ്പ് വില്ലേജിലെ പ്രൊഫൗണ്ടിസ് ലാബ്സ്. IT ഇതര വിഭാഗത്തിൽ ബയോകെമിക്കൽ ഉൽപ്പന്ന നിർമ്മാണ രംഗത്തെ മികവിന്റെ അടിസ്ഥാനത്തിലാണ് തിരുവനന്തപുരം ആസ്ഥാനമായുള്ള അയേക്ക ബയോകെമിക്കൽസിനെ പുരസ്കാരത്തിന് തെരഞ്ഞെടുത്തത്. ശിശുമരണ നിരക്ക് കുറയ്ക്കാൻ സഹായകമായ വിധം ചെലവ് കുറഞ്ഞ ഇൻക്യുബേറ്ററുകൾ വികസിപ്പിച്ചതാണ് എംബ്രേസ് ഇന്നവേഷൻസിനെ പുരസ്കാരത്തിന് അർഹമാക്കിയത്. ന്യൂസ് ഡെസ്ക്.